പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തുന്ന മനുഷ്യരെന്ന റെക്കോർഡിട്ട് ആർടെമിസ് 2 ദൗത്യ സംഘം 4,171 കിലോമീറ്റർ എന്ന അപ്പോളോ ദൗത്യത്തിന്റെ റെക്കോർഡ് ആർടെമിസ് 2 ദൗത്യ സംഘം മറികടന്നു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ കൂടി ചേർന്നുണ്ട്. പ്രജിനിത, ഒരു ചരിത്ര നിമിഷത്തിലാണ് ഇപ്പോൾ റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീനിധി, അത് തന്നെയാണ് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷമായി ഇത് മാറുകയാണ്. ഒരുപക്ഷെ ഭൂമിയിൽ നിന്നും മനുഷ്യർ ഏറ്റവും അകലേക്ക് എത്തുന്ന നിമിഷമായി ഇപ്പോൾ അല്പസമയം മുമ്പ് കഴിഞ്ഞ 11:26 മാറിയിരിക്കുകയാണ്. ഇനി ചരിത്രത്തിൽ അത് ആ രീതിയിൽ അടയാളപ്പെടുത്തപ്പെടും. ഇതിനോടൊപ്പം തന്നെ ആ ചരിത്രം പിറന്നു കഴിഞ്ഞു. 1970 അപ്പോളോ 13 സംഘം ഉയർത്തിയ 4,171 കിലോമീറ്റർ എന്ന ദൂരപരിധി അത് മറികടന്നിരിക്കുന്നു. ഒറൈൻ എന്ന ഈ പേടകം, ആർടെമിസ് 2 ദൗത്യത്തിലെ ആ പേടകത്തിന്റെ പേര് ഒറൈൻ എന്നാണ്. ആ ഒറൈൻ സഞ്ചരിക്കുന്ന 4 പേർ, ഒന്ന് മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, മറ്റൊന്ന് മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മറ്റൊന്ന് മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോച്ച്, മറ്റൊരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയ ജെറമി ഹാൻസൺ. ഇവർ 4 പേരാണ് അതിലെ യാത്രികർ. അവർക്കുള്ള പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യർ എന്ന ഖ്യാതി ഇനി ഈ ആർടെമിസ് 2 ദൗത്യ സംഘത്തിനായിരിക്കും. ഇപ്പോൾ സംഭവിച്ചത് ഒരു തുടക്കം മാത്രമാണ്. ഇനി വരും മണിക്കൂറുകളിലും മിനിറ്റുകളിലും പുതിയ നാഴികക്കല്ലുകൾ പിറക്കാൻ പോവുകയാണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് യാത്ര ചെയ്യുക മാത്രമല്ല, ചന്ദ്രന് ഏറ്റവും അടുത്തേക്ക് ഈ പേടകത്തെ എത്തിക്കാനുള്ള ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ ദൗത്യ സംഘം കടന്നിരിക്കുകയാണ്. 12-15 ആകുമ്പോഴത്തേക്കും ഈ പേടകം ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് പോവുകയും ചന്ദ്രന്റെ മറുഭാഗത്തേക്ക് കടന്ന് പോവുകയും ചെയ്യും. ചന്ദ്രനെ മറികടന്ന് മറുഭാഗത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് കാണാൻ ചന്ദ്രനൊരു മുഖമുണ്ട്. ആ മുഖത്തിന് അപ്പുറത്ത് മറുപുറം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ആ ഭാഗത്തേക്ക് നേരിട്ട് മനുഷ്യർ എത്താൻ പോവുകയാണ്. അവിടെ അത് നേരിൽ കാണാൻ പോവുകയാണ്. അങ്ങനെ ചന്ദ്രനെ ചുറ്റി വലം വെച്ചാണ് പിന്നീട് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ഈ ഒറൈൻ പേടകം നടത്തുകയും ചെയ്യുക. ഏതാണ്ട് 6,400 കിലോമീറ്റർ മാത്രം അകലെ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് 6,400 കിലോമീറ്റർ മാത്രം അകലെയായിരിക്കും പേടകത്തിന്റെ സ്ഥാനം അപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും അടുത്ത് നിന്നും ചന്ദ്രന്റെ ഉപരിതലം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ചന്ദ്രനിലെ ഗർത്തങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യം വരുത്തുവാൻ വേണ്ടി കഴിയും. ഒപ്പം തന്നെ പ്രപഞ്ചോൽപത്തി, ഒപ്പം ചന്ദ്രന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ചില പഠനങ്ങൾ, അതിന് ഉപകരിക്കുന്ന ചില വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളെല്ലാം കൂടുതൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇവർ പകർത്തുന്ന ദൃശ്യങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇതിനോടൊപ്പം തന്നെ ഭൂമിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ ഇവർ പകർത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചന്ദ്രന്റെ, നമ്മൾ ആരും കാണാത്ത ആ മറുഭാഗത്തിന്റെ ചിത്രം ഇവർ പകർത്തി. അവരുടെ കയ്യിലുള്ള ഏറ്റവും സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് പകർത്തി അത് ഭൂമിയിലേക്ക് അയച്ചു തരും. അതിനായുള്ള കാത്തിരിപ്പിലൂടെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇനി മടക്കയാത്രയിലുമുണ്ട് പ്രത്യേകതകൾ. തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് മടങ്ങിയെത്തുന്ന സംഘം എന്ന ഖ്യാതി കൂടി ആർടെമിസ് 2 ദൗത്യ സംഘത്തിനായി കാത്തിരിക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു, ഇവരാരും ചന്ദ്രനിൽ ഇറങ്ങുന്നില്ലേ, പിന്നെ എന്തിനാണ് ഇവർ പോകുന്നത്? 1960-കളിലും 80-കളിലും ഒക്കെയായി എത്രയോ പേർ അവിടെ യാത്ര ചെയ്ത് ഇറങ്ങിയിരിക്കുന്നു ചന്ദ്രനിൽ, പിന്നെ എന്താണ് ഇവർ ഇറങ്ങാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനായി ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അരനൂറ്റാണ്ടിന് ശേഷം, 54 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മനുഷ്യർ ചന്ദ്രനെ കുറിച്ച് ചിന്തിക്കുന്നത്, ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ലക്ഷ്യസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അവിടേക്ക് പോകുവാൻ ടെക്നോളജികൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. മുമ്പുണ്ടായ ടെക്നോളജികളല്ല, അതൊക്കെ അറിയുന്ന ആൾക്കാർ ഇപ്പോൾ ജീവിച്ചിൽ പോലുമില്ല. അപ്പൊ പുതിയ ടെക്നോളജികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ കൂടിയാണ്. അതോടൊപ്പം ഈ പേടകം, ഒറൈൻ പേടകത്തിന്റെ കാര്യക്ഷമത, ഇത്രമാത്രം അകലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയുമോ? അതിനകത്ത് ലൈഫ് പ്രൊട്ടക്ടിംഗ് സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ? മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ആ പേടകത്തിനകത്തുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക എന്ന ഒബ്ജക്റ്റീവ് കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഉണ്ട്. അതുകൊണ്ട് മടങ്ങിയെത്തി തിരികെ ഭൂമിയിൽ വിജയകരമായി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലാഷ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ആർടെമിസ് 3 ദൗത്യം വരാൻ പോകുന്നു. അതിന് പിന്നാലെ ആർടെമിസ് 4 ദൗത്യം വരാൻ പോകുന്നു. 2030 ആർടെമിസ് 4 ദൗത്യം സംഭവിക്കുകയും ആ ദൗത്യത്തിലായിരിക്കും മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്യുക. ഇത് നേരത്തെ നാസ പ്രഖ്യാപിച്ച ദൗത്യമാണ്. 2040 ചൊവ്വയിൽ മനുഷ്യർ പോവുകയും അവിടെ മനുഷ്യ കോളനികൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമുണ്ട്. അതിന്റെ ഒരു ഇടത്താവളമായി ചന്ദ്രനെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ഒരു സുപ്രധാനമായ ലക്ഷ്യം കൂടിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 2030 ആർടെമിസ് 4 ദൗത്യം നടക്കുക. അതിലായിരിക്കും മനുഷ്യർ അവിടെ ഇറങ്ങാൻ പോവുക. ഇനി തിരികെ വീണ്ടും നമ്മുടെ ദൗത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള മണിക്കൂറുകളെല്ലാം ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ശാസ്ത്രത്തെ സ്നേഹിക്കുന്നവർക്കുമുള്ള മണിക്കൂറുകളാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു.
12-15 മുതൽ തുടങ്ങി പുലർച്ചെ 7 മണി വരെ നീണ്ടു നിൽക്കുന്ന ദീർഘമായ അത്രയും മണിക്കൂറുകളിൽ കൃത്യമായി ചാന്ദ്രഗവേഷണം നടത്താൻ, ലൂണാർ ഒബ്സർവേഷൻ നടത്താൻ ഇവർ 4 പേർ ആയിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി തത്സമയം നാസ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പല ലിങ്കുകൾ ഉപയോഗിച്ചു. മൊത്തം 24 പ്രേക്ഷകർക്ക് കൃത്യമായി ഈ വിവരങ്ങൾ ലഭ്യമാകും. ശ്രീ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തുന്ന മനുഷ്യനെന്ന റെക്കോർഡിട്ട് ആർട്ടമിസ് 2 ദൗത്യ സംഘം ഇന്നിതാ ഈ രാത്രി അവസാനിക്കുമ്പോൾ ഒരു ചരിത്ര നിമിഷത്തിനാണ് ലോകം സാക്ഷിയായിരിക്കുന്നത്. വരും മണിക്കൂറുകൾ എന്തായാലും നിർണായകമായ നിമിഷങ്ങൾ തന്നെയാണ്. പ്രജിൻസി കണ്ണനാണ് സയൻസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റു വാർത്തയിലേക്ക് കടക്കുമ്പോൾ US മുന്നോട്ട് വെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ തള്ളിക്കൊണ്ട് തങ്ങളുടെ ഔദ്യോഗിക മറുപടി പാകിസ്ഥാന് കൈമാറി ഇറാൻ. 10 വ്യവസ്ഥകൾ അടങ്ങിയ മറുപടിയാണ് ഇറാൻ കൈമാറിയത്. ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ US പൈലറ്റുമാരെ രക്ഷപ്പെടുത്തിയ നീക്കത്തെ ട്രംപ് പ്രശംസിച്ചു. നാളെ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വിനയ് ഉണ്ണിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. വിനയ്, ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഇനിയും സംഘർഷം രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും സംഘർഷം ഇനിയും കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ട്രംപ് ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. അത് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 വരെയാണ്. അതിനുള്ളിൽ തന്നെ ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തും, ഇറാനിലാകമാനം ബോംബാക്രമണം നടത്തുമെന്നാണ് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ സംഘർഷം ഒന്ന് ലഘൂകരിക്കുന്ന ഭാഗമായി ഒരു താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശവും ട്രംപ് നേരത്തെ ഇറാന് മുന്നിൽ വെച്ചിരുന്നു. പാകിസ്ഥാൻ വഴിയാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു 10 നിർദ്ദേശങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന് കൈമാറിയിരിക്കുകയാണ് ഇറാൻ. ഇതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് മേഖലയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പ്രത്യേക സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുക, ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുകയും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹായം ഉറപ്പാക്കുകയും ചെയ്യുക എന്നീ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇറാൻ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമ സമ്മേളനം നടത്തിയത്. അതിൽ എടുത്തു പറഞ്ഞത് ഇറാന് തങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാം, അത്രയും വലിയ ആക്രമണം നടത്താം, ചിലപ്പോൾ അത് നാളെ തന്നെ അത്തരമൊരു ആക്രമണം നാളെ രാത്രി തന്നെ നടത്താം എന്നുള്ള കാര്യമാണ് ട്രംപ് പറയുന്നത്. അതായത് ഇനി ഇതിന്മേലൊരു ചർച്ചയ്ക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല എന്ന് ട്രംപ് പറയാതെ പറയുകയാണ്. എന്തായാലും നാളെ രാത്രി, അതായത് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ 5:30 വരെയുള്ള സമയത്തിനുള്ളിൽ തങ്ങൾ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കില്ല എന്നിപ്പോൾ ഇറാനും പറഞ്ഞിരിക്കുന്ന തരത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധി, തീർച്ചയായും എന്തായാലും 1 മാസം പിന്നിടുമ്പോഴും സംഘർഷത്തിന് യാതൊരു തരത്തിലുള്ള അയവുമില്ല. സംഘർഷം തുടരാനുള്ള സാധ്യത തന്നെയാണ് ഈ മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത്. വിനയ് ഉണ്ണിയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടർന്ന് ഇറാൻ. UAE-യിലേക്കും കുവൈറ്റിലേക്കും ഇന്ന് ആക്രമണം ഉണ്ടായി. കുവൈറ്റിലെ ജനവാസ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് 6 പേർക്ക് പരിക്കേറ്റു. UAE-യും കുവൈറ്റും കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് കൂടുതൽ ആക്രമണവും. ഇന്നലെ ഖോർഫക്കാൻ തുറമുഖത്തുണ്ടായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായി സ്ഥിരീകരിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികൾക്കും 1 നേപ്പാൾ സ്വദേശിക്കുമാണ് പരിക്ക്. മുസഫ ഐക്കാർഡ് സിറ്റിയിലെ കമ്പനിയിൽ മിസൈൽ ഭാഗങ്ങൾ പതിച്ച് ഖാന സ്വദേശിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഫുജൈറയിൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ DU ഓഫീസ് ആക്രമിക്കാൻ ശ്രമമുണ്ടായി. നിലവിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. UAE-യിൽ ആകെ പരിക്കേറ്റവരുടെ എണ്ണം 220 കഴിഞ്ഞു. കുവൈറ്റിന് നേർക്കും രാവിലെ ആക്രമണമുണ്ടായി. നോർത്ത് കുവൈറ്റിലെ ജനവാസ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ ഇന്ന് കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം വെടിനിർത്തൽ കരാർ ഉണ്ടാക്കും മുൻപ് ഹോർമുസ് കടലിടുക്കിലെ വ്യാപാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തീരുമാനത്തിലെത്തണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗാർഗാഷ് വ്യക്തമാക്കി. ഹോർമുസിനെ ഒരു രാജ്യവും കുത്തകയാക്കി വെക്കുന്നത് ലോകത്തിന് നല്ലതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. 24 ദുബായ്. സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണം കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. സപ്പോർട്ടിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലെ കൂടുതൽ തസ്തികകളിൽ 100% സ്വദേശിവൽക്കരണം നടപ്പിലാക്കാൻ മാനവ വിഭവശേഷി മന്ത്രാലയം തീരുമാനിച്ചു. സെക്രട്ടറി, ഡാറ്റ എൻട്രി തുടങ്ങിയ 69 തസ്തികകളിലാണ് പുതുതായി സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗദി തൊഴിൽ വിപണിയിൽ സ്വദേശി യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം.
നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിംഗ് തസ്തികകളുടെ പട്ടിക പരിഷ്കരിച്ച് 69 പുതിയ തസ്തികകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തി. ഈ തസ്തികകളിൽ 100% സ്വദേശികളെ മാത്രമേ നിയമിക്കാവൂ എന്നാണ് ഉത്തരവ്. സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ക്ലാർക്ക്, ട്രാൻസ്ലേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലാണ് പൂർണ്ണമായും സൗദിവൽക്കരണം വരുന്നത്. 2026 ഏപ്രിൽ 5 മുതൽ ഈ നിയമം രാജ്യത്തെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും. ഒരു ജീവനക്കാരൻ മാത്രമുള്ള ചെറിയ സ്ഥാപനങ്ങൾ മുതൽ വൻകിട കമ്പനികൾ വരെ നിയമത്തിന്റെ പരിധിയിൽ വരും. സൗദിയിലെ അംഗീകൃത തൊഴിൽ വർഗീകരണം അനുസരിച്ചുള്ള തസ്തികകളിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴയും മറ്റു ശിക്ഷാ നടപടികളും നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. എന്നാൽ സൗദി പൌരന്മാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും പരിശീലനത്തിനുള്ള പിന്തുണയും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഫണ്ട് വഴിയായിരിക്കും ഈ സഹായങ്ങൾ നൽകുക. സ്വദേശിവൽക്കരണത്തിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന പുതിയ മാർഗരേഖയും മന്ത്രാലയം പുറത്തിറക്കി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAE-യിൽ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായിട്ടാണ് ക്ലാസുകൾ തുടങ്ങിയത്. സിലബസിലേക്ക് കാര്യമായി കടക്കാതെയുള്ള ക്ലാസുകളാണ് സ്കൂളുകൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ചില സ്കൂളുകളിൽ കഴിഞ്ഞയാഴ്ച പുതിയ അധ്യയന വർഷം ആരംഭിച്ചെങ്കിലും ഇന്ത്യൻ സ്കൂളുകളിൽ ഇന്നാണ് ക്ലാസുകൾക്ക് തുടക്കമായത്. ഗൾഫ് മേഖലയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഓൺലൈനായിട്ടാണ് ക്ലാസുകൾ ആരംഭിച്ചത്. മാതാപിതാക്കളെ മാത്രം സ്കൂളുകളിലെത്തിച്ച് പാഠപുസ്തകങ്ങൾ നേരത്തെ തന്നെ കൈമാറിയിരുന്നു. ടൈം ടേബിൾ പ്രകാരം തന്നെ ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളെ മാനസികമായി ഉണർത്തുന്ന തരത്തിലാകും ക്ലാസുകൾ നടക്കുക. പ്രത്യേക ആക്ടിവിറ്റികളും അസൈൻമെന്റുകളും ഇതിനായി സ്കൂളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികളൊക്കെയും ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നുവെന്ന് ടീച്ചേഴ്സ് ഉറപ്പാക്കണം. ആദ്യമായി ഓൺലൈൻ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ ബുദ്ധിമുട്ട് കണ്ടെത്തി പരിഹരിക്കും. പ്രീ ഓറിയന്റേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ച സ്കൂളുകളുമുണ്ട്. ഓൺലൈൻ ഹെൽപ്പ് ഡെസ്ക് അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ പഠനത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ദുബായ് നോളജ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. 24 ദുബായ്. കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. ലണ്ടനിലുള്ള പ്രവാസികളായ മലയാളികൾക്കും പറയാനുണ്ട് വോട്ട് വിശേഷങ്ങൾ. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചൂട് അതിനേക്കാൾ കൂടുതൽ അനുഭവപ്പെടുന്നത് പ്രവാസി മലയാളികളിലാണ്. ഇംഗ്ലണ്ടിലെ മലയാളികളുടെ ആശയും ആവേശവും കേരള തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളത് അവരുടെ മുഖഭാവത്തിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളം ഇടത്തോട്ടോ വലത്തോട്ടോ BJP മുന്നണിക്ക് എത്ര സീറ്റ് വരെ നേടാനാകും? കേരളം ആര് ഭരിക്കും? ഈ ചോദ്യങ്ങൾ നമുക്ക് ഇംഗ്ലണ്ടിലെ മലയാളികളോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് ഇലക്ഷനിലെ കേരള നിയമസഭാ ഇലക്ഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മൂന്നാം ഊഴം വരണം. അതായത് ഒരു 10 വർഷമായിട്ട് ഇപ്പം സർക്കാർ നടത്തി വച്ചിരിക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ തീർച്ചയായിട്ടും ഭരണത്തിൽ വരണം. അങ്ങനെ വരുമെന്ന് തന്നെയാണോ രാജി വിശ്വസിക്കുന്നത്? മൂന്നാം പിണറായി സർക്കാർ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? അത് എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. 10 വർഷം ഭരിച്ചിട്ട് ഒരു പോരായ്മകളും ചൂണ്ടിക്കാണിക്കാനില്ല. സാധാരണ ഒരു ഇലക്ഷൻ വരുമ്പം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ഗെയിമാണ്. ഇത്തവണ അതൊന്നും കാണാനില്ല. ഏതാണ് താങ്കളുടെ മണ്ഡലം? എൻ്റെ മണ്ഡലം നോർത്ത് പറവൂര്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം? അതെ, പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ് എൻ്റെ. അവിടെ UDF-നാണ് മേൽക്കൈയുള്ളൊരു മണ്ഡലം കൂടിയാണ് നോർത്ത് പറവൂര്. അവിടെ തീർച്ചയായും വി ഡി സതീശൻ തന്നെയായിരിക്കും വിജയ സാധ്യത കൂടുതൽ. തുടർഭരണം ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തുടർഭരണം ഉണ്ടാകുമെന്ന് പറയുന്നത്? കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും വിസിബിളാണ്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പം നിയമസഭാ ഇലക്ഷൻ നമുക്ക് വരുന്നു, അത് സൂക്ഷ്മം നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബന്ധുക്കാരുമായിട്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ഇവിടുത്തെ ജോലി ഇടയിലായാലും നമ്മളത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നാട്ടിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് തരാറുണ്ട്. നമ്മൾ അത്യാവശ്യം ഇൻട്രസ്റ്റഡ് ആണ് അതിനകത്ത്. കേരളം ആര് ഭരിക്കും ഇത്തവണ എന്നാണ് അഭിപ്രായം? ആര് ഭരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ UDF ഭരിക്കണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്, ആഗ്രഹമുണ്ട്. കേരള നിയമസഭാ ഇലക്ഷനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു ശക്തമായ ഒരു പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്.
അപ്പം ഈ പ്രാവശ്യം പ്രതിപക്ഷം അത്രയും ശക്തമാണെന്ന് തെളിയിക്കാനുള്ളൊരു സാഹചര്യമാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു കേരളക്കാരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു പ്രത്യാശയിലാണ് നമ്മളെല്ലാവരും. ഷാഫിയുടെ അഭിപ്രായം അനുസരിച്ച് ഭരണ തുടർച്ച വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് ഗുണം ചെയ്യുന്നതല്ല എന്നുള്ളതാണ്. ഒരു ശക്തമായ പ്രതിപക്ഷമാണ് ആവശ്യം. ശക്തമായ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കണം ഇത്തവണത്തത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. തന്നെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്ര നേതൃത്വത്തിന് അയച്ചതെന്ന തരത്തിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമല്ലെന്ന് കെ സുധാകരൻ. ഇക്കാര്യത്തിൽ വസ്തുത തേടി DGPക്കും ഹൈക്കമാൻഡിനും പരാതി നൽകുമെന്നും കെ സുധാകരൻ 24-നോട് പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.